കൈയൊക്കെ വരച്ചുകൊണ്ടിരിക്കണം. ക്യാമറ പിടിക്കുമ്പോ തന്നെ കൈ വരയ്ക്കാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഹലോ ഗൈസ്, സോ ഞങ്ങളാണ് ഡേ ടു ഡേ വ്ളോഗേഴ്സ്. സോ ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. നമ്മൾ എന്താണെന്ന് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ വാൾപ്പാറയിലേക്ക് ഒരു ട്രിപ്പാണ്. നമ്മൾ ട്രിപ്പിന് വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കണം. സോ ആദ്യം തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വൈശാഖാണ്. എൻ്റെ പേര് ജൈത്രൻ. ധനുഷ്. സോ ഞങ്ങളെല്ലാവരും ഫാമിലിയാണ്. ഇത് എൻ്റെ സിസ്റ്ററാണ്, ഇത് ഏട്ടൻ്റെ സിസ്റ്ററാണ്, അത് ഞങ്ങളെല്ലാവരും സിസ്റ്ററാണ്. സോ ഞങ്ങളെല്ലാവരും കൂടി ട്രിപ്പ് പോയിട്ട് തകർക്കാൻ പോകണം. സോ ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. പിന്നെ അടുത്തുള്ള ക്ലിങ് ബട്ടൺ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യത്തെ ട്രിപ്പാണ്. അപ്പൊ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് ഞങ്ങളെ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റെഡി, നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്, റെഡി. സോ നമ്മൾ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നല്ലൊരു റോഡിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു വ്യൂ തന്നെയാണ്. രണ്ട് സൈഡ് നല്ല തണൽ മരങ്ങളും എല്ലാം ആയിട്ട് നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയായി. സോ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ നല്ലൊരു വെയിലൊന്നും ഇവിടെ ഇല്ല. അത് നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ്, അധികം ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്രാമത്തിൻ്റെ ആ സൈഡൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ആട്ടുമുട്ടികളൊക്കെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ആളിയാർ ഡാമുണ്ട്. ആളിയാർ ഡാം എല്ലാവർക്കും അറിയാമെന്ന് ചോദിക്കും. കാരണം കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഏകദേശം ഈക്വലായിട്ട് തന്നെ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഡാമാണ് ഇത്. സോ നമുക്ക് ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന തന്നെ ഡാം നല്ലോണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ തന്നെയാണ്. കാരണം നമ്മൾ വാൾപ്പാറയിൽ ആ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഡാം വരുന്നു, ആ നല്ലൊരു വെള്ളം അത് കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള മരങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ മുകളിൽ കയറി വരുമ്പോൾ നമുക്ക് ഓരോ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ വാൾപ്പാറയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹെയർ പിൻ ബെൻഡാണ്. മൊത്തം 40 ഹെയർ പിൻ ബെൻഡാണ് വാൾപ്പാറയിലുള്ളത്. അതിന് ഓരോ ഹെയർ പിൻ ബെൻഡും നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഓരോ ബെൻഡ് കയറുമ്പോഴും അതിൻ്റെതായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം അത്രയും ഒരു വ്യൂ പോയിന്റ് പോലെയാണ് നമുക്ക് അത് വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഒരു ഹെയർ പിൻ ബെൻഡ് കയറിയപ്പോൾ തന്നെ കണ്ടില്ലേ, ആ നല്ലൊരു ആളിയാർ ഡാമിൻ്റെ ആ ഫുള്ളായിട്ടുള്ള വ്യൂ, നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് അത് കാണാൻ പറ്റുന്നത്. നമ്മൾ ഏകദേശം ആ ഒരു കുറച്ച് ദൂരം തന്നെ കയറി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ കണ്ടില്ല നല്ലൊരു ഫോഗൊക്കെ നമുക്ക് കയറി വരാൻ തുടങ്ങി. നല്ലൊരു തണുപ്പാണ്. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇപ്പം തന്നെ ഇതൊരു ഉച്ച ടൈമാണ്, ഒരു മണി ആ ടൈം ആയിക്കാണ് ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ പാതി വഴി എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നോക്കിക്കോളാം, നല്ല തണുപ്പാണ്, നല്ല മിസ്റ്റാണ്. മിസ്റ്റ് അടിച്ച് പണ്ടാനടങ്ങി പോകും. പക്ഷെ റോഡ് നല്ല റോഡാണ് കേട്ടോ. റോഡ് കാണാനേ സാധിക്കുന്നില്ല. മെയിൻ എന്താ വെച്ചാൽ മിസ്റ്റ് നമുക്ക് ഇങ്ങനെ കയറി വരുവാ, നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് ഹെയർ പിന്നെ കയറും തോറും നിങ്ങൾക്ക് ക്യാമറയിലൂടെ നേരെ കാണുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഇവിടെ നല്ല മിസ്റ്റ് ഉണ്ട്. ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. അവിടെയൊക്കെ മരത്തുണ്ട്, ആ മരമൊന്നും കാണുന്നില്ല തോന്നുന്നു. നല്ല അടിപൊളി, നല്ല ചില്ലാണ് അല്ലേ? കുറവ് പറയാനില്ല. വരുവാണെങ്കിൽ നിങ്ങൾ വേഗം ഡിസംബർ അല്ല ജനുവരി കഴിയുമ്പോഴേക്കും നിങ്ങൾ എത്തണം. അപ്പോഴേ കുറച്ചും കൂടി നിങ്ങൾക്ക് തണുപ്പ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര മിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഗ്ലൗസ് ഇടാൻ പ്രത്യേകിച്ച് കൈ മറക്കുന്നുണ്ട്. അപ്പം ഗ്ലൗസ് പ്രത്യേകം നോക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോവാം. ഇപ്പം തന്നെ മിസ്റ്റ് അടിച്ചു തുടങ്ങി. ഇനി വേഗം മുകളിൽ കയറിയിട്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് കൂടി നമുക്ക് അറിയണം. നല്ലോണം മിസ്റ്റ് ഉണ്ട്, നല്ല മിസ്റ്റാണ് ഇവിടെ. അപ്പോൾ ഒന്നും നേരെ കാണുന്നില്ല, പക്ഷെ ക്യാമറയിലെല്ലാം കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്നും തെളിയുന്നില്ല, അത്രയ്ക്ക് മിസ്റ്റാണ്. നല്ല തണുപ്പുണ്ട്. ആ ലോറിയൊന്നും ഇനി കുറച്ച് ദൂരം പോയി തന്നെ കാണില്ല.
നമ്മൾ ഒരു ഏകദേശം മോൾ ഭാഗം എത്തിക്കഴിഞ്ഞു. മൊത്തത്തിൽ ഇനി കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി വാൾപ്പാറിൻ്റെ ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട്. സോ അതിന് മുമ്പ് തന്നെ കണ്ടോ, ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടാണ് തോന്നുന്നത്. നല്ല മഞ്ഞ് വന്നിട്ട് ഇങ്ങനെ റോഡൊക്കെ നനഞ്ഞതാണോ എന്നറിയില്ല. നല്ല ഇപ്പോഴും ഒറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം. എല്ലാവരും തണുത്ത് വരച്ചിട്ടിരിക്കുന്ന വണ്ടി ഒന്നും നേരെ കാണുന്നേ ഇല്ല. ലൈറ്റിൽ തന്നെ വരണം. അങ്ങോട്ടുള്ള വണ്ടികളൊന്നും കാണുന്നില്ല, വരുന്നുണ്ടോ ഇല്ല. ലൈറ്റ് ഇട്ട് വരിക, ഇതുണ്ടോ കുറച്ചുകൂടി വണ്ടിയൊക്കെ നേരെ കാണുന്നേ ഇല്ല. അത്രയും മൊത്തത്തിൽ നല്ല മിസ്റ്റാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, വരികയാണെങ്കിൽ മാക്സിമം ബൈക്കിൽ വരാൻ നോക്കുക, കാർ ഒഴിവാക്കുക. കാരണം ഈ മിസ്റ്റിന്റെ ഫീല് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്കിൽ തന്നെ വരണം. ആ തണുപ്പ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബൈക്കിൽ തന്നെ മാക്സിമം ബൈക്കിൽ തന്നെ വരണം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് നമ്മുടെ മേലെ തട്ടി ഉരുപ്പി പോകുകയാണ്. നിൽക്കുന്ന അവിടെ ഇരിക്കുന്ന അവിടെയും ഫുള്ള് മിസ്റ്റാണ്. മിസ്റ്റോട് മിസ്റ്റ് പോകുന്നത് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണിൽ കാണുന്ന ആ ഒരു ഇത് ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല ശരിക്കും. കാരണം അത്രയും മിസ്റ്റാണ്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വെള്ളം ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ വെള്ളം ഒറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്രയും മിസ്റ്റാണ്. കാരണം നോക്ക്, ഡ്രസ്സൊക്കെ ഇതാ ഡ്രോപ്പ് കണ്ടാ, വെള്ളം ഒറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്. സോ ഈ എക്സ്പീരിയൻസ് എത്രയും വേഗം നിങ്ങൾ എൻജോയ് ചെയ്യുക. വേഗം വന്നിട്ട് നിങ്ങൾ എത്രയും വേഗം എൻജോയ് ചെയ്തിട്ട് മാക്സിമം ഫീൽ ആവാൻ നോക്കുക. കാരണം അത്രയും നല്ലൊരു ക്ലൈമറ്റ് ആണ് ഈ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവരും വരണം, കാണണം. നമ്മുടെ നാടിന്റെ ഭംഗി, നമ്മൾ വേറെ രാജ്യങ്ങൾക്ക് പോണതിനെക്കാട്ടി നമ്മുടെ നാടിന്റെ ഭംഗി. അതെ, ഇന്ത്യയിൽ തന്നെ ഇത്രയും നന്നായിട്ട് ക്ലൈമറ്റ് ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറയുന്നത് വാൾപ്പാറ. അതാണ് ഇപ്പൊ വാൾപ്പാറ കൂടി എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണുക, വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ചില്ലടിക്കുക. പീസ് ഔട്ട്. ഞങ്ങളങ്ങനെ വാൾപ്പാറയിലൊരു ഇടത്ത് എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല. തേയിലത്തോട്ടം കണ്ടു തുടങ്ങി. തേയിലത്തോട്ടം കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മിസ്റ്റ് കയറിയിട്ട് മൊത്തത്തിൽ നേരെ കാണാൻ മരങ്ങളൊന്നും നേരെ കാണുന്നേ ഇല്ല. അങ്ങോട്ട് എന്താണെന്ന് അറിയുന്നില്ല, താഴോട്ട് എന്താണെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടൈക്കനാലിൽ പോയപ്പോഴടക്കം ഇങ്ങനെ ഒരു മിസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫുൾ മിസ്റ്റ്. നമ്മളെ വണ്ടി കേറി തുടങ്ങുമ്പോ തൊട്ട് തന്നെ ഭയങ്കര മിസ്റ്റ് കയറി വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കൈയൊക്കെ വരച്ചുകൊണ്ടിരിക്കണം. ക്യാമറ പിടിക്കുമ്പോ തന്നെ കൈ വരയ്ക്കാണ്. കാശ് ഒന്നും പറയാനില്ല. മൊത്തത്തിൽ നോക്കി നിങ്ങൾക്ക് കാണാം. ഈ അടുത്തല്ലാണ്ട് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. മൊത്തത്തില് മിസ്റ്റ് കയറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം വിന്റർ സീസൺ കഴിയുന്നതിനുള്ളിൽ അല്ലെങ്കിൽ ഈ മാസം കഴിയുന്നതിനുള്ളിൽ വേഗം വരിക. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് വന്നിട്ട് കിട്ടിയില്ല അങ്ങനെയില്ല എന്ന് പറയാൻ പാടില്ല. ഒടുക്കത്തെ ഫീൽ ആണ്. സത്യം പറയാം, നല്ല തണുപ്പുണ്ട് ഇന്ന്. ഭയങ്കര എന്താന്ന് പറയാ, ഭയങ്കര മിസ്റ്റ് അടിച്ച് നമുക്ക് ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോ തന്നെ നമുക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. വൈബ് കിട്ടിയിട്ടുണ്ട്. ഈ വൈബ് നല്ല പോട്ടെ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഗായ്സ്, നമ്മള് ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ പോണ്. കാരണം നമ്മള് അതാണ് സത്യം. ഒരുപാട് സ്ഥലത്ത് ആസ്വദിച്ച് വന്ന സമയത്ത് ഞങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര മോശമായി പോയി. ഞങ്ങൾ ഷോളയാർ ഡാം കൂടി പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഡാമുകളുണ്ട് കാണാന്ന് പ്രതീക്ഷിക്കാൻ ഇരുന്നത്. പക്ഷെ സമയപരിധി കാരണം വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം, അത് നമ്മൾ ഒരുപാട് വൈകിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
വീടെത്താൻ ഒരു മനസ്സമാധാനം ഉണ്ടായില്ല, അയച്ചു വിട്ടു കഴിഞ്ഞാൽ. അതാണ്. പക്ഷെ ഞാൻ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു കാര്യം എന്താ പറയാ, വാൾപ്പാറ കയറുകയാണെങ്കിൽ പോകുന്ന ഇടം എല്ലാ സ്പോട്ടാണ്. കാണാൻ അതാണ് സത്യം. സത്യം നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ പോകുന്ന ഇടം എല്ലാം നല്ല സ്പോട്ടാണ്. അതുപോലെ തന്നെ ഓരോ ഹെയർ പിൻ ബെൻഡിന്റെ അവിടെ നമുക്ക് നല്ല നല്ല അടിപൊളി വ്യൂ തന്നെ നിങ്ങൾ വരുമ്പോൾ തന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ല നല്ല വ്യൂകളാണ് നമ്മുടെ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ ഷോളയാർ ഡാമൊക്കെ പോയി സ്റ്റേ ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ഇവിടെ വന്നത്തേക്കും ഫോൺ കോളുകൾ അതിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് റിട്ടേൺ അടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന സമയത്ത് റിസോർട്ടുകളിനെക്കാട്ടി സ്ഥലങ്ങള്, ഭക്ഷണങ്ങള്, ഇവിടത്തെ എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നത്, എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതാണ് അതൊരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ ടു ഡേ വ്ലോഗ് പറയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. എത്രയും പെട്ടെന്ന് വരിക, അതായത് ജനുവരി കഴിയുമ്പോഴേക്കും എത്തുക. വീണ്ടും പറയുകയാണ്, കാരണം നല്ല ക്ലൈമറ്റ് ആണ് ഈ സമയം. വിന്റർ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ക്ലൈമറ്റ് ആണുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് വരിക, എത്രയും വേഗം എൻജോയ് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഡേ ടു ഡേ വ്ലോഗിന്റെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും പീസ് ഔട്ട്. എടാ കട്ടിയല്ലേ. അയ്യോ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ പീസ് ഔട്ട്.